എന്റെ അമ്മേ. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. മോഹനകൃഷ്ണനും ഓമനക്കുട്ടനും എന്റെ മുന്നിൽ കളിച്ചു വളർന്ന കുട്ടികളാ. എന്ത് കുറവുകൾ നീ കണ്ടെത്തിയാലും അവര് നല്ലോരാ. അതിലൊരാളെ നീ വിവാഹം കഴിക്കണം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ തീരുമാനിക്കാം. മോഹനകൃഷ്ണ, ഓമനക്കുട്ട. അയ്യോ വേണ്ട മുത്തശ്ശ, നോക്കിയും കണ്ടേ മുത്തച്ഛന്റെ ഈ മോളെ എന്ത് നിശ്ചയിക്കൂ. നിങ്ങളുടെയൊക്കെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഞാൻ ഒരിക്കലും എടുത്തു ചാടില്ല. എനിക്ക് ഒരാളോട് സ്നേഹമുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് നിങ്ങളൊക്കെ കരുതും പോലെ ആ കോച്ചിനെയൊന്നുമല്ല. അല്ല പിന്നെ പറഞ്ഞോളൂ, എല്ലാം തുറന്നു പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ഡോക്ടറെയാ. ഡോക്ടറെയോ? ഡോക്ടർ നന്ദകുമാർ. അതെ. ജാതിയും മതവും തറവാടിത്തവും ഉദ്യോഗവും ഒക്കെ മുത്തശ്ശൻ ആഗ്രഹിക്കുന്നതിനേക്കാളും ഒരു പടി മുന്നില. എന്തിനാ പിന്നെ നീ എന്നോട് ആദ്യം കള്ളം പറഞ്ഞത്? ഒരു കോച്ചാണെന്ന് പറഞ്ഞപ്പോഴേ എടുത്തു ചാടിയില്ല അമ്മാവന്മാര്. കാല് തല്ലിയൊടിച്ചില്ലേ? അദ്ദേഹത്തിനാണ് ഇത് സംഭവിച്ചെങ്കിലോ? ഇനി അങ്ങനെ ഉണ്ടാവില്ല കുട്ടി. നമുക്കിത് ഉടനെ ആലോചിക്കാം. ഉടനെ വേണ്ട, 2 കൊല്ലം കഴിഞ്ഞു മതി കല്യാണമെന്നാ ഞങ്ങളുടെ ഒരു തീരുമാനം. മുത്തച്ഛൻ, not this point, only 2 years. അപ്പൊ എനിക്ക് 49 വയസ്സാണ്. അദ്ദേഹം ഹയർ സ്റ്റഡീസിനായി സ്റ്റേറ്റ്സിലേക്ക് ഉടനെ പോവും. അതുവരെ വീട്ടിൽ നിന്ന് മുഷിയാതെ എന്നോട് എയറോസ്റ്റസായി ജോലിക്ക് പൊയ്ക്കൊള്ളാനാ അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തും മുത്തശ്ശന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. ആട്ടെ, എവിടെ അവന്റെ വീട്? കുമാരപുരം. അത് തന്റെ വീടല്ലേ? പെരുവണ്ണാപുരം. എന്തായാലും 2 കൊല്ലത്തെ ഇടവേള ഉണ്ടല്ലോ, അതുവരെ അനുപമയെ ജോലിക്ക് വിടാം. ഞാൻ ഫ്ലൈറ്റിൽ ഒരു സീസൺ ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. അതിന് തനിക്ക് എന്തിനാ ഫ്ലൈറ്റ് ടിക്കറ്റ്? വയസ്സായില്ലേ, മുത്തച്ഛനൊന്നും മനസ്സിലാവില്ല. എടുക്കണോ കയ്യെ? കുറെ നേരം സഹിക്കണു ഈ കോമാളി വേഷം. ഒരു തൊപ്പിയും ചെയിനും കമ്മലും. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തച്ഛ? മറഞ്ഞു നിൽക്കുന്നവർക്കൊക്കെ ഇറങ്ങി വരാം. എനിക്കൊരു കാര്യം തീരുമാനിക്കാണ്ട്. എനിക്കൊരു സംശയം. അപ്പൊ ഞാൻ തല്ലിയത് ആരെയാ? ആ ഫോട്ടോയിലെ അതേ ചായയാണല്ലോ അയാൾ. അത് തനിക്ക് തോന്നിയതായിരിക്കും. തോന്നിയതാവും അല്ലേ? അത് പോട്ടെ, ഞാൻ എപ്പോഴാ പെരുവണ്ണാപുരത്തേക്ക് പോണ്ടത്? എന്തിനാ? ആ ഡോക്ടറെ കാല് തല്ലി ഓടിക്കാൻ. ആദ്യം ഒടിഞ്ഞ കാലൊന്ന് നിവരട്ടെ, എന്നിട്ടാവാ. എന്താ ഇവിടെ ഒരു ബഹളം? ഞങ്ങള് ഡോക്ടർ നന്ദകുമാരെ കാലമാരാണ്. നിൽക്കേ, എന്തു കാര്യം നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാം. അങ്ങനെ ശബ്ദം വേണ്ടേ? നിങ്ങൾ കേൾക്കണം. സുപ്രസിദ്ധ നാടൻ പാട്ടുകാരൻ ചാലക്കുടി മണികണ്ഠനെ തൊണ്ടയിൽ കിറ്റിക്കിറ്റായിട്ട് ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നത് 2 ആഴ്ച മുമ്പാ. തലമുടി മുതൽ കാലിന്റെ നഖം വരെയുള്ള എല്ലാ പാർട്സിന്റെയും എക്സ്റേയും സ്കാനിങ് എടുത്തിട്ടൊടുവിൽ ഇയാളുടെ മരുമകൻ മരമണ്ടൻ ഡോക്ടർ ശബ്ദമില്ലാണ്ടാക്കി. മിമിക്രി ആർട്ടിസ്റ്റിന്റെ സഹായത്തോടു കൂടി സംസാരിക്കുന്ന എന്റെ സഹോദരൻ ഇവിടെ പ്രതികാരത്തിനായി വന്നിട്ടുണ്ട്. വിളിക്കടാ മണിയേട്ടാ. ആ ഡോക്ടറെ പുറത്തേക്ക് ഇറക്കി വിട. കഴുതയുടെ മോനെ, കഴിവേറിയുടെ മോനെ. നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. നീ പോടാ അമ്മായിച്ചും കഴുതേ. പോലീസിനെ വിളിക്കടാ. പോലീസ് ഞങ്ങൾക്ക് പുല്ല. ധൈര്യം വിളിക്കണം മരപ്പെട്ടി. ഓ, ഇനി ആരെയാ ഒന്ന് വിളിക്കുക എന്റെ ഈശ്വരാ. നീ അവനെ ഏത് കോത്താഴത്തിന് ഒളിപ്പിച്ചു വെച്ചിട്ട്? അയ്യോ വേണ്ട, കോത്താഴ് മതി. ഞാൻ ഇച്ചിരി ബോൾഡാക്കി പറഞ്ഞോളാം. നീ അവനെ ഏത് കോത്താഴത്തിന് ഒളിപ്പിച്ചു വെച്ചാലും അവനെ പൊക്കിയെടുത്ത് ഇടിച്ചവന്റെ ബോന്തനെ ഷേപ്പ് ചെയ്യാൻ പറ്റൂ. കേറി നേരത്തെ ആശുപത്രി. നിൽക്ക്, ഡോക്ടർ ഇവിടെ ഇല്ല. 1 മാസം കഴിഞ്ഞേ വരൂ. എവിടെ പോയി? സൈലന്റ് വാലി പോയിരിക്കുക. അവനെ തലയിലാക്കണ കാര്യം ഞാൻ ഏറ്റു. എപ്പോ കണ്ടാലും അപ്പം തട്ടും. കേറ വണ്ടിയില് കാലം വിളിക്കാം. ഡോക്ടറെ, ആരാ? ഡോക്ടറെ ഒന്ന് കാണാമെന്നതാ. പരിശോധന ആസ്പത്രിയിലാ. ഞങ്ങൾക്ക് ഡോക്ടറെ ഒന്ന് പരിശോധിക്കേണ്ടത്. ഒന്നാ വിളിച്ചേ. അപ്പോ നിങ്ങളെ അവൻ ഓപ്പറേഷൻ ചെയ്തോ? ഓപ്പറേഷൻ കേസല്ല ഇത്. അപ്പൊ തല്ലാൻ വന്നല്ല. എന്താ? കണ്ടാലാള് മാനിനാവുണ്ട്, പക്ഷെ കയ്യിലിരിപ്പിച്ചിട്ട് തരല്ലേ. നിങ്ങളാരാ? അനുപമയെ അറിയോ?
ഇത്രയും കാലം അവളുടെ പിറകെ നടന്ന് പ്രേമിച്ചിട്ട് ഇപ്പൊ അറിയില്ലെന്നോ? തെറി പറയുന്നു. ആരെ പ്രേമിച്ചു നിങ്ങൾ പറയണേ? നിങ്ങളാരാ? ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഓഹോ, ഈ ഭാര്യ ഉണ്ടായിട്ടാണോ ഇവന് പണിക്കിറങ്ങിയത്? ഏത് പണി? എന്ത് പണിയുന്ന? ബാംഗ്ലൂർ പഠിക്കുന്ന നിങ്ങളുടെ അനന്തരവളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് കറക്കി കയ്യിലെടുത്തിരിക്കാൻ നിങ്ങളുടെ ഭർത്താവ്. കരളെ കുറ്റിക്കിട്ടൊന്ന് പൊട്ടിക്കേണ്ടതാ. ഭാര്യയുടെ മുമ്പ് വെച്ച് വേണ്ടാന്ന് വിചാരിച്ച. നിങ്ങൾക്ക് ആള് മാറിയതാവും. ആദ്യം ഒന്ന് മാറി പാലക്കാരൻ കോച്ചിട്ട് രണ്ട് കൊടുക്കും ചെയ്തു. അപ്പോൾ സത്യം പറഞ്ഞു താനാണെന്ന്. പോരുത്. ഇനി ബപ്പപ്പാന്നും പറഞ്ഞ പെണ്ണിന്റെ പിന്നാലെ നടന്നാലുണ്ടല്ലോ നിന്റെ പെടലിക്കുമ്പോൾ തല കാണില്ല. അവർക്ക് ആള് മാറിയതാവും. ഒന്നുകിൽ അനുപമയെ ഡോക്ടർ ചതിച്ചു, അല്ലെങ്കിൽ അവള് പറയുന്നത് പച്ചക്കള്ളം. വിമാനത്തിൽ പണിക്ക് വിടാത്തതിന്റെ പ്രതികാര പെണ്ണിന് ഞാൻ ദയാ കിളവൻസിനോട് എല്ലാ എരിവും പുള്ളിയും ചേർത്ത് തട്ടിയിട്ടുണ്ട്. അങ്ങേരെ ഒന്നും വിടാതെ അമ്മ ഒന്നും പറഞ്ഞിരിപ്പോണ്ട്. ഓ, ഇനി അവളെ എന്ത് കുന്തം പറഞ്ഞാലും അങ്ങനെ വിശ്വസിക്കില്ല. അച്ഛാ, നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള അഭിപ്രായ ഭിന്നതയാണ് ഏക തടസ്സം. നമ്മൾ ഒറ്റക്കെട്ടാവുന്നു, തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം മുത്തച്ഛൻ അറിയിക്കുന്നു. അങ്ങനെ അനുപമയെ ഞാനുമായിട്ടുള്ള കല്യാണം നടക്കുന്നു. നല്ല തീരുമാനം. നമുക്കിതൊന്ന് കൈയടിച്ച് പാസ്സാക്കാം. അതങ്ങ് പള്ളി ചെന്ന് പാസ്സാക്കിയാ മതി. മോഹനകൃഷ്ണൻ അനുപമയെ കെട്ടുമ്പോ ഞങ്ങൾ അങ്ങ് അണ്ണാക്കി വെല്ലം തള്ളി മാനത്തേക്ക് നോക്കി നിൽക്കണോ? എന്റെ മകൻ കെട്ടിയാൽ നിങ്ങളെ വെറുങ്കയോടെ ഇറക്കി വിടുന്നാണോ വിചാരം? അല്ല, സ്വത്തില് കുറച്ചങ്ങട് തരും. എതിർപ്പില്ല. നീ മിണ്ടാരിയടാ. സ്വത്തിന്റെ മുക്കാലും ഞങ്ങൾക്ക് കിട്ടണം. അതെ, ബാക്കി കാലും പെണ്ണും നിങ്ങൾക്ക്. അത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്യ്, കാലും പെണ്ണും നിങ്ങൾക്ക്, മുക്കാൽ ഇങ്ങനെ തന്നേക്ക്. ആരുടെ കാലിന്റെ കാര്യം പറയുന്നേ? ആനയുടെ കാലേ. അച്ഛാ, പെണ്ണെനിക്ക് മസ്റ്റാ എന്ന് പറഞ്ഞാ എന്തിനും ഏതിനും ഒരു മര്യാദ ഇല്ലേടാ. എന്നാ പിന്നെ 50-50. യോ, പാതി പെണ്ണോ? ഓ, ഇത് നടക്കില്ല. നടക്കണ്ട. അച്ഛാ, തർക്കം വേണ്ട. സ്വത്തിനേക്കാളും എനിക്ക് വലുത് അനുപമയാണ്. 60% കൊടുത്തേക്കൂ. അവന്റെ ആഗ്രഹമല്ലേ. എന്നാലും ഒരെന്നാലും ഇല്ല. സമ്മതമാണോ? എന്നാ കൈകൂടെ. വെറും 10% ഡിസ്കൗണ്ടിൽ എനിക്ക് പെണ്ണ് പോയി. നീ വിഷമിക്കണ്ടടാ. നിനക്ക് നല്ലൊരു പെണ്ണിനെ 10 വർഷത്തിനകം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. താങ്ക് യു. ഒരല്പം പ്ലാനിങ് മിസ്റ്റേക്ക് പറ്റി. പെട്ടെന്ന് മുത്തച്ഛൻ എടുത്തു ചാടൂന്ന് കരുതിയില്ല. ആ ഡോക്ടറുടെ ജീവിതം താറുമാറാവോ? ആയാലും നമുക്കെന്താ, എന്റെ ലക്ഷ്യം നടക്കും വരെ ഇനിയും പല നമ്പറുകൾ ഞാൻ ഇറക്കും. അയ്യോ, എല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോ സന്തോഷം കൊണ്ട് ഞാൻ വീർപ്പ് കൂട്ടുക. അപ്പുറത്ത് പുറച്ചിറക്കന്മാരുടെ സമ്മേളനം നടക്കുക. ഇടിയും തൊഴിയും അനുവിന് വേണ്ടി. ഈ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഞാൻ നമ്മുടെ കാര്യം അപ്പുറത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന മുത്തച്ഛനോട് ഒന്ന് പറയട്ടെ. അദ്ദേഹം ഇന്നെങ്കിലും ഒന്ന് ഹാപ്പി ആയിട്ട് ഉറങ്ങട്ടെ. ഒന്നുകൂടെ വിളിച്ചേ കുട്ടാ. ഞാൻ ഹാപ്പി. ഇതൊക്കെ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ലേ? ഇടയ്ക്ക് ഇതുപോലെ എന്റെ കൺട്രോൾ വിടും. അനു വേണോ എന്നെ കടിഞ്ഞാനിടാൻ? ആരോ വരുന്നുണ്ട്. സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന മെഗാ സീരിയൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് കാണണം. കാണാം. അപ്പുറത്ത് നിങ്ങൾ രണ്ടു ഗ്രൂപ്പും സമ്മേളനമായിരുന്നെന്ന് കേട്ടു. ആ, ഒടുവില ഓമനെ കൂട്ടാ സത്യം മനസ്സിലായത്. അനുപമയുടെ പുറകെ നടന്നിട്ട് പ്രയോജനമില്ല. അതെ, ആ സത്യം തനിക്കും മനസ്സിലായില്ലേ? അതല്ല, അനുപമയ്ക്ക് കൂടുതൽ ചേരുന്നത് ഞാനാണെന്ന് സത്യം. അത് അനുപമ തീരുമാനിക്കട്ടെ. ഇയാള് കൂടുതൽ ഭാരിച്ച കാര്യം അന്വേഷിക്കണ്ട. ഇറങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ കുടുംബക്കാർക്ക് പലതും സംസാരിക്കാനുണ്ട്. മോഹനേഷ് ലാലേട്ടാ, കൺട്രോളിംഗ്. സംസാരിച്ചോളൂ. ഓൺലി 2 minutes. ശല്യം. എന്റെ വേറൊന്നുമല്ല, ഒടുവിൽ നറക്ക് എനിക്ക് വേണു. ഇനിയിപ്പോ കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. ആഹാ, ഇയാള് പോയില്ലേ? ഇല്ല. അനുപമയുടെ പാസ്റ്റ് അറിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്ത് പാസ്റ്റ്? എങ്കിലൊരു ചെറിയ സത്യം ഞാൻ പറയാം. മറ്റാരും അറിയാത്തൊരു വലിയ സത്യം. അനുപമ ഒരു പിഴച്ച പെണ്ണാണ്. ലാലേട്ടാ, ഒരു പിഴച്ച പെണ്ണിനെ കെട്ടാൻ തയ്യാറാണോ? ഇപ്പൊ പറയണം. ഒന്നും പറയാറായിട്ടില്ല. എന്താ ഈ പറഞ്ഞത്? നമ്മുടെ സ്വപ്നങ്ങൾ തകരാതിരിക്കാൻ ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. സഹകരിക്കണം. എന്നാൽ ഇത് കുറെ കൂടിപ്പോയി. അതൊക്കെ ഞാൻ ഏറ്റു. ഇപ്പൊ പറഞ്ഞു പഴപ്പിച്ച നിന്നെ ഞാൻ കെട്ടും. ഓക്കേ?